എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഹൂ എന്താണ് ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കില്ലേ, അതാണ് സർപ്രൈസ്. ഓക്കെ, സസ്പെൻസും അതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ കാണിച്ച ഈ ട്രെയിലറിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ മുൻപിലും പിൻപിലും ഒക്കെ പ്രവർത്തിച്ച, അകത്തും ഒക്കെ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരാണ് ഈ നിൽക്കുന്നത്. മിസ്റ്റർ അരുൺ, സോറി ശ്രീരാജ്, അരുൺ, ദിയെ കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു വലിയ ഗൗരവക്കാരിയായിട്ടൊക്കെ തോന്നി. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് തന്നിട്ടുള്ളൂ, പെട്ടെന്ന് നമുക്ക് അതിലേക്ക് പോകാം. ഹൂ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അല്ലേ? ഇതിൻ്റെ പിന്നെ പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ടുള്ളൊരു തീം അല്ലെങ്കിൽ ഒരു ഐഡിയ ആരുടേതായിരുന്നു? അരുണിന്റെ തന്നെയാണ്. അരുണാണ് ഡയറക്ടറാണ് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ആണെങ്കിൽ ഒരു ത്രില്ലർ മൂവീസിന്റെ കാലഘട്ടമാണല്ലോ. അപ്പം ഒരു വ്യത്യസ്തമായ ത്രില്ലർ മൂവി ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പരിണത ഫലമാണ് ഈ ഷോർട്ട് ഫിലിം. അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ അഞ്ജനയാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ എത്തുമ്പം ഓരോ ആൾക്കാർ നമ്മളിലേക്ക് എത്തും. അങ്ങനെയാണ് പുള്ളിക്കാരി എത്തിയത്. അങ്ങനെ സ്ക്രിപ്റ്റായി, പിന്നെ ഇത് ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം അല്ലേ, ഷോർട്ട് മൂവി എന്ന് തന്നെ ഞങ്ങൾ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഷോർട്ട് ഫിലിമായിട്ട് ഒരിക്കലും നമ്മൾ എടുക്കരുത്. നമ്മൾ എങ്ങനെയാണോ ഒരു മൂവി എടുക്കുന്നത് അതേ ഒരു ഷെഡ്യൂളിലും അതേ ഫീലിംഗ് അല്ലെങ്കിൽ അതേ ഒരു സീനുകളും ഈവൻ എല്ലാ ഫ്രെയിംസ് ആണെങ്കിലും നമ്മളൊരു സിനിമ കാണുന്ന പോലെ ആൾക്കാരിലേക്ക് അത് എത്തിക്കണം എന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. സോ അവസാനം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരായാലും ബാക്ക് ടീം ആയാലും. ഇതില് പോലീസ് ഓഫീസറായിരുന്നു. അതെ, എസ് ഐ ഗോപകുമാർ. ആക്ച്വലി എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇല്ല, ആരും പറഞ്ഞു ചേട്ടൻ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പം തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യിപ്പിച്ചു. പക്ഷേ എന്താണോ ഞാൻ വിചാരിച്ചത് എനിക്ക് അത് കിട്ടി പുള്ളിയിൽ. ഇതിന്റെ കാസ്റ്റിംഗ് ഒക്കെ ന്യൂ കമേഴ്സ് ആയിരുന്നു. ദിയ പുതിയ ഒരാളാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസും കാര്യങ്ങളും? പിന്നെ അതിനകത്തൊരു കുട്ടിയുണ്ട്, അവരുടെ പേരൻസ്, ഇവരെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. എങ്ങനെയുണ്ടായിരുന്നു? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. അപ്പോൾ ആദ്യം ഇങ്ങനെ എനിക്ക് റോൾ ഉണ്ട് എന്ന് പറഞ്ഞ് മിനി ആൻറ്റി ആയിരുന്നു എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ആൻറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു റോളുണ്ട്, ഇങ്ങനെ വന്ന് കാണാം, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം വന്നപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, എനിക്കിങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുമോ, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ. പിന്നെ ഷൂട്ടിംഗ് എൻ്റെ വീട്ടിലായിരുന്നു നടത്തിയായിരുന്നു. അപ്പോൾ പകുതി ടെൻഷനും അങ്ങനെ പോയി. പിന്നെ ഇതിൻ്റെ സ്റ്റോറി അറിഞ്ഞപ്പോൾ തന്നെ ഇത് തോന്നാറുണ്ട്, എനിക്ക് ഇത് തന്നെ ചെയ്യണം, ഈ റോൾ എനിക്ക് ചെയ്യണം എന്ന് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അങ്ങനെയാണ് തുടങ്ങിയത്. ശരി. അപ്പം ഇതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണോ മ്യൂസിക്കും? തീർച്ചയായിട്ടും ഇതിന്റെ ഷോർട്ട് ഫിലിം കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ മ്യൂസിക്കിനെ പറ്റി പറയണം. കാര്യം മ്യൂസിക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള പറയുക. ഷോർട്ട് ഫിലിം ആകുമ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അതിനെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നാട്ടിൽ ശ്രാവൺ എന്നൊരാളാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനെ പറഞ്ഞ പോലൊരു മൂവി ടൈപ്പിലേക്ക് ആ മ്യൂസിക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. വളരെയധികം ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തു. എങ്ങനെയാണ് ഇതിപ്പം ഒരു എന്താണ് നാട്ടിലെ ഒരു സംഭവമാണ് നിങ്ങൾ അതായത് നമ്മുടെ നാട്ടിലെ ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസർ, അവരുടെ കൂടെയുള്ള ഒരു ടീം, അത് ഞങ്ങൾ അങ്ങനെ തന്നെ, അതായത് നാട്ടിൽ എങ്ങനെയാണോ ആ യൂണിഫോം ആണെങ്കിലും അത് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തേക്കുന്നത് UAE-ലാണ്. അതാണ് ഈ ഒരു അതായത് നാട്ടിൽ നടക്കുന്നൊരു കഥയാണിത്, അവിടെ സ്റ്റോറിയാണ്. പക്ഷെ നമ്മൾ ഫുൾ ഷൂട്ട് ചെയ്തത് ഇവിടെ ദുബായിലാണ്. പക്ഷെ അതൊരിക്കലും നമ്മൾ കാണുന്ന ഒരാൾക്കും ഇത് ദുബായിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരിക്കലും അറിയത്തില്ല. അതാണ് നമ്മുടെ ഒരു റിയൽ ചലഞ്ച് വളർത്തനായിരുന്നു. ഓക്കെ, ശരിക്കും പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞൊരു റോൾ ചെയ്യുമ്പം എന്തൊക്കെ നമ്മൾ കുറച്ചൊക്കെ കുറേ മൂവി കാണുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഒരു മാനറിസം, അതൊക്കെ ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആണ്. ശരിക്കും ഒരു പോലീസ് ഓഫീസറിന് വേണ്ട ലെയേഴ്സ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ ഇമോഷനിലേക്ക് വന്നു. എനിക്ക് നമ്മളൊരു 1 മന്ത് എടുത്തു. പക്ഷേ എനിക്ക് ആ കൺസിസ്റ്റൻസി അത് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എനിക്ക് ചെയ്യാനുള്ളൊരു പറ്റിയത് അത് വൃത്തിയെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഇത് റിലീസ് ആവുന്നത് എപ്പോഴാണ്? ഈ വരുന്ന നമ്മുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞു ഓൾറെഡി. സോ ഈ വരുന്ന സൺഡേ ആണ്. സൺഡേ ഇന്ത്യൻ ടൈം 12 o'clock നമ്മുടെ ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ് ആണ് നമ്മുടെ ഷോ എടുത്തേക്കുന്നത് ആക്ച്വലി. സോ അവരുടെ ചാനലാണിത് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻസിഡൻ്റ് ആണ്. എല്ലാവരും ഈ ഹൂ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം തീർച്ചയായിട്ടും കാണണം. അപ്പം അത് ഒരു സോഷ്യൽ ഇൻസിഡൻ്റ് ആണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചുള്ളൊരു
അവയർനെസ് കൊടുക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും കാര്യം നമ്മുടെ സമകാലീന കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വെറും ത്രില്ലർ ഷോർട്ട് മൂവിക്ക് അപ്പുറം സമകാലീന സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിം കൂടാണിത്. ആക്ച്വലി നമുക്ക് എല്ലാവരോടും താങ്ക് യു പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ച ആൾക്കാരും ഇതിൻ്റെ കൂടെ നിന്ന ആൾക്കാരും, കാരണം അത്രമാത്രം നമ്മുടെ കൂടെ കട്ട സപ്പോർട്ട് നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ ഇപ്പോൾ കാസ്റ്റിംഗ് പറയാൻ തന്നെ നമുക്ക് ഈയിടയ്ക്ക് തരുൺ മൂർത്തി നമ്മൾ തുടരുന്ന ഡയറക്ടർ, ആളുടെ ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു, ആക്ടിങ് ക്യാമ്പ്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് വരെ നമുക്ക് നല്ല ആർട്ടിസ്റ്റുകളെ നമുക്ക് എടുക്കാൻ പറ്റിയായിരുന്നു ആക്ച്വലി. അതും ഫിലിമിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് വർക്ക് ചെയ്ത ആൾക്കാരെ തന്നെ നമുക്ക് ഇതിൽ കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടിയില്ല. ആരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ നമ്മുടെ കൂടെ നമുക്ക് കിട്ടിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഇതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ കുറച്ച് അപ്കമിങ് പ്രോജക്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒക്ടോബർ ആകുമ്പോഴത്തേന് ഒരു മൂവി തന്നെ ചെയ്യാനായിട്ട് അതിന്റെ പ്ലാനിലിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ തന്നെയാണോ ഇതിനകത്തെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും? നമ്മൾ ആർട്ടിസ്റ്റുകൾ വെക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് പോലീസ് ഓഫീസറെ മാറ്റിയിട്ട് ഒരു കള്ളന്റെ വേഷം കള്ളലക്ഷം ഉണ്ടല്ലേ മനസ്സിലാക്കി എല്ലാവരും പറയാൻ. ഇത് സോറി പേര് പറഞ്ഞു, അരുൺ പറയാൻ വെച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് 2 ദിവസം മുമ്പേ വിളിച്ച് പറഞ്ഞു ഇത് ചോദിക്കണമെന്ന് പറഞ്ഞു. അരുൺ എന്നെ അറിഞ്ഞു പോകില്ല കേട്ടോ. എനിവേ ദിയ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്തായാലും. ഇനിയും തുടർന്നുള്ള പ്രോജക്ട്സിലേക്കൊക്കെ ആഗ്രഹമുണ്ടോ ചെയ്യാനായിട്ട്? ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. കാരണം ഇതായിരുന്നു എൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഇനി എനിക്ക് ഇനി ആക്ടിങ് പ്രോജക്ട്സ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നല്ല നല്ല മൂവീസ് കിട്ടട്ടെ എല്ലാവർക്കും. ബിഗ് താങ്ക്സ് ടു ദിയ, അവരുടെ ഫാദർ ആൻഡ് മദർ, അതായത് ദിലീപേണ്ണും അബിക ചേച്ചിയും. കാരണം അവര് ഞങ്ങൾക്ക് അവരുടെ വില്ല കംപ്ലീറ്റ്ലി ആയിട്ട് ഒരു 3-4 ദിവസം നിങ്ങൾ എന്ത് വേണം, ഞങ്ങൾ സ്വന്തം വീട് പോലെയാണ് ഞങ്ങൾ. അപ്പം ഏതാണെങ്കിലും ഹു എന്ന് പറയുന്ന ഷോർട്ട് മൂവി എന്ന് പറയുന്ന ഷോർട്ട് മൂവി എന്താണെങ്കിലും വലിയ 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 ഉയരത്തിലേക്ക് എത്തട്ടെ. ഇനിയും നല്ല നല്ല പ്രോജക്ട്സുകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതിൽ പോലീസ് ഓഫീസറായിട്ടോ കള്ളനായിട്ടോ ഒക്കെ അഭിനയിക്കാനുള്ള വേഷം കിട്ടട്ടെ ദിയയ്ക്കും അരുണിനും. ഇനിയും ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക് ശോഭിക്കാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക ഹു. അപ്പോൾ എല്ലാവരും ഈ വരുന്ന സൺഡേ 12 മണിക്കാണ് ഇന്ത്യൻ ടൈം. സോ ഐ തിങ്ക് UAE ടൈം 10:30 നമ്മുടെ ഓൺലൈൻ സ്ട്രീമിംഗ് ആയിരിക്കും. ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഷോർട്ട് ഫിലിം അവരുടെ പേജിലാണ്, അവരുടെ യൂട്യൂബ് ചാനലാണ് റിലീസ് ചെയ്യുന്നത്. സോ ഇത് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. അഭിപ്രായം നമ്മൾ പറയണം ആക്ച്വലി. ഓക്കെ, കമൻസ് ആയിട്ട് ചെയ്താൽ മാക്സിമം ജെന്യുവൻ ആയിട്ടുള്ള കമൻറ്റ്സ് ചെയ്താൽ. സോ താങ്ക് യു. ടാറ്റ ബൈ.